നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. രണ്ടിലയിൽ തളിരിടുന്ന ഭിന്നത. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതിനിടെ കേരള കോൺഗ്രസിലെ ഭിന്നത വീണ്ടും മറനീങ്ങുന്നു. PJ ജോസഫിനും TU കുരുവിളയ്ക്കും മാത്രം സീറ്റ് നൽകാമെന്ന മാണിയുടെ നിലപാടിൽ അതൃപ്തി അറിയിച്ച് ജോസഫ് വിഭാഗം. 4 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുമെന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ സമ്മർദ്ദതന്ത്രം. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഗ്രൂപ്പ് നേതാക്കൾ യോഗം ചേർന്നത് 2 തവണ. അതേസമയം സീറ്റ് വിഭജന തർക്കങ്ങൾ സംബന്ധിച്ച വാർത്തകൾ നിഷേധിച്ച് KM മാണി. ഇപ്പോൾ പുറത്തുവരുന്നത് പിതൃത്വമില്ലാത്ത വാർത്തകൾ. സീറ്റ് ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടില്ലെന്നും വിശദീകരണം. കൊച്ചി സ്മാർട്ടാകും. വിവാദങ്ങൾ ചൂടുപിടിച്ച കാക്കനാട്ടെ മണ്ണിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി സ്മാർട്ട് സിറ്റി. കേരളത്തിന്റെ IT സ്വപ്നങ്ങളിൽ നിർണായകമായേക്കാവുന്ന ടൌൺഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. ചടങ്ങിൽ UAE ക്യാബിനറ്റ് കാര്യ മന്ത്രി മുഹമ്മദ് അബ്ദുള്ള അൽ ഗർഗാവി മുഖ്യാതിഥിയാകും. പൂർണ്ണമായും IT മേഖലയ്ക്ക് മാറ്റിവെച്ച ആദ്യഘട്ടത്തിൽ 400 കോടി മുതൽ മുടക്കിൽ നിർമ്മാണം പൂർത്തിയായത് 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം. ആദ്യ ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിനൊപ്പം 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടക്കും. അഭിമാന നിമിഷത്തിൽ സാക്ഷിയാകാൻ പ്രതിപക്ഷ നേതാവ് VS-ഉം. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 5 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് സ്മാർട്ട് സിറ്റി CEO ബാജു ജോർജ്. തുടക്കത്തിൽ മുതൽ മുടക്കുന്നത് 27 കമ്പനികൾ. 2020ഓടെ പദ്ധതി പൂർത്തിയാകുമെന്നും ജോർജ്. കനയ്യയെ കൈയൊഴിഞ്ഞു. JNU കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. കനയ്യയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. രാജ്യത്തെ എല്ലാ കോടതികളിലും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന വാദം അംഗീകരിക്കാനാകില്ല. കനയ്യയ്ക്ക് സർക്കാർ മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി. അതേസമയം അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിൽ കനയ്യകുമാർ ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്ന പ്രചരണം വ്യാജമെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. കനയ്യയുടെ പ്രസംഗം മറ്റൊരു ഭാഗത്തുനിന്ന് ചിത്രീകരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഹെഡ്ലൈൻസ് ടുഡേ ന്യൂസ് ചാനൽ. കേസുമായി ബന്ധപ്പെട്ട് പട്യാല ഹൌസ് കോടതിയിലുണ്ടായ അക്രമ സംഭവങ്ങൾ നിർഭാഗ്യകരമെന്ന് സുപ്രീംകോടതി. നീതിന്യായ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് അഭിഭാഷക സമൂഹത്തിന് പരമോന്നത കോടതിയുടെ താക്കീത്. അസറിനെതിരെ നടപടി. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ശുപാർശ. പാക് അന്വേഷണ സംഘത്തിന്റെ നടപടി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും സൂചന. മസൂദ് അസർ കസ്റ്റഡിയിലായെന്ന വാർത്ത നേരത്തെ പുറത്തുവന്നിരുന്നുവെങ്കിലും പാകിസ്ഥാന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യ മുഖവിലേക്കെടുത്തിരുന്നില്ല. ആക്രമണത്തിൽ പാകിസ്ഥാൻ ആദ്യം സ്വീകരിച്ചിരുന്നത് തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന നിലപാട്. ഇതേ തുടർന്നാണ് ജനുവരിയിൽ നടക്കേണ്ടിയിരുന്ന സെക്രട്ടറി തല ചർച്ച ഇന്ത്യ മാറ്റിവെച്ചത്. നന്മയുടെ സന്ദേശം. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ള ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. മനുഷ്യർക്കിടയിൽ മതിൽ കെട്ടുന്നവരല്ല, പാലം പണിയുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. വിമർശനം മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം തടയാൻ മതിൽ കെട്ടണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ. അഭയാർത്ഥികളോട് അമേരിക്ക മാനുഷികമായ സമീപനം സ്വീകരിക്കണമെന്നും നിർദ്ദേശം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസ്താവന ദൌർഭാഗ്യകരമെന്ന് ഡൊണാൾഡ് ട്രംപ്. മുസ്ലിം വിരുദ്ധ പ്രസ്താവന വിവാദമായതിനു പിന്നാലെ പോപ്പിന്റെ പരാമർശങ്ങൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന് തിരിച്ചടിയായേക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.